നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലായ മുല്ലാസ് കുചീനയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ നല്ല തേങ്ങ അരച്ച നെയ്മീൻ കറിയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ നമ്മുടെ ഈ നെയ്മീൻ കറി ഉണ്ടാക്കുന്നതിനാവശ്യമായി ഇത്രയും നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ട് 1 കപ്പ് തേങ്ങ, മസാലയ്ക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, അതോടൊപ്പം ഈ തേങ്ങയോടൊപ്പം നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു 6 ചെറിയ ഉള്ളി, പിന്നീട് നമുക്ക് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഈ ഗ്രേവിയിൽ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കാൻ ആണ് ഇഷ്ടമെങ്കിൽ അരച്ചും കൂടി ചേർക്കാം. പിന്നെ 3 പച്ചമുളക്. ഇത് ഞാൻ എടുത്തേക്കുന്ന ഈ ടൊമാറ്റോ നമുക്ക് കറിയുടെ ഏകദേശം അവസാനമാകുമ്പോഴത്തേക്ക് ചേർത്താൽ മതിയായിരിക്കും. അല്പം കറിവേപ്പില. പിന്നീട് ഈ കറി ഉണ്ടാക്കുന്നതിന് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടുന്നത്, ഞാനിവിടെ നമ്മുടെ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഈ കുടംപുളി ഏകദേശം 3 ചുളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായി കഴുകി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരിച്ച് ആ വെള്ളവും ഈ പുളിയും കൂടി എടുക്കാം. പിന്നീട് ഈ പുളി നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ഇത് അളവ് പുളി ഒരുപാട് വേണമെങ്കിൽ അല്പം കൂടി ചേർക്കാം, അല്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. പിന്നീട് കുറച്ച് വെളിച്ചെണ്ണയും ഞാൻ എടുത്തിട്ടുണ്ട്, ഉപ്പ്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നതിലേക്ക് കടക്കാം. ഞാനിവിടെ നമ്മുടെ കുടംപുളി നന്നായി തിളപ്പിച്ച് അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിച്ച് അരിച്ചതിന് ശേഷം മാത്രം എടുക്കുക, കാര്യം ഈ കുടംപുളിക്കകത്ത് മണ്ണുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നീട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി ഇതേ കണക്ക് റൗണ്ടായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ തക്കാളി നമ്മൾ ഏകദേശം അവസാനമൊക്കെ ആകുമ്പോൾ, കറി വെച്ച് അവസാനമൊക്കെ ആകുമ്പോഴാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുടംപുളി ചേർക്കുന്നുണ്ട്, അതിന് കറിക്ക് പുളി വരും. അപ്പോൾ അതിനനുസരിച്ച് പുളി നോക്കിയതിന് ശേഷം മാത്രം തക്കാളി ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ കറിയുടെ പുളി കൂടിപ്പോകും. ഇനി നമുക്ക് തേങ്ങ അരയ്ക്കുന്ന ഇതിലേക്ക് കടക്കാം. നമുക്ക് ഈ ഫിഷ് കറിയുടെ അരപ്പ് തയ്യാറാക്കുന്നതിലേക്കായി ഒരു മിക്സി ഇത് അരച്ചെടുക്കാം. ഒരു ജാർ എടുക്കുക, അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഇട്ടുകൊടുക്കുക. അതോടൊപ്പം മസാലകൾ ഞാനിവിടെ മുളക് പൊടി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. എരിവ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അടുപ്പിച്ച് ഉലുവാപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം തന്നെ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഇത് നന്നായി അരച്ചെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടക്കാം. ഞാനിവിടെ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി അരച്ചു വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഗ്രേവിയുടെ തിക്നെസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ടാം. തൽക്കാലം ഞാൻ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് നെടുകെ പിളർന്നത്, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമുക്ക് ഒരു മൺകലം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളി നമുക്ക് ഇതിലിപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാത്രം അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യമായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ്
കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് എല്ലാം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഇപ്പോൾ ഗ്രേവി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം നമ്മൾ ഇളക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഇവിടെ ഫിഷ് കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കറിക്ക് ഉപ്പ് കുറവാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ചെറുതായി സൈഡ് കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറു തീയിൽ വേണം നമ്മൾ ഈ ഫിഷ് കറി പ്രിപ്പയർ ചെയ്യുന്നത്. തീ കൂട്ടിയിടരുത്. ഇത് കറിച്ചട്ടിയുടെ അടിയിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ മീൻ കറി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്തത്. ഇനി നമുക്ക് തീ അണച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നെയ്മീൻ കറി തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ സിമ്പിളാണ്. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി, അതായത് എൻ്റെ ഈ മീൻ കറി ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നതാണ്. അതുവരെയും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.